ഇപ്പൊ നമ്മളിപ്പോ ഒരു വിഷയം നടക്കുന്നുണ്ടല്ലോ ഡൽഹിയില്. എന്താ ഇപ്പൊ ഡൽഹിയിൽ ഒരു പുതിയൊരു വിഷയം. 2026 നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹി, ആ ഡൽഹിയിലെ ജന്തർ മന്ദർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് യുവാക്കളും യുവതികളും സുബ്ഹാനല്ലാഹ് തെരുവിലിറങ്ങേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. എന്തിന്? ഈ രാജ്യത്തിന്റെ ശാന്തിക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ശാന്തിക്കും ഈ രാജ്യത്തിന്റെ സമാധാനത്തിനും വേണ്ടി തെരുവിലിറങ്ങേണ്ട കാലം വന്നിരിക്കുന്നു. സമാധാനം ഇല്ല, സമാധാനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങേണ്ട കാലഘട്ടം വന്നിരിക്കുന്നു. എന്റെ സഹോദര, അവിടെ മഴയെ വകവയ്ക്കാതെ, തണുപ്പിനെ വകവയ്ക്കാതെ, പകലിൽ ചൂടിനെ വകവയ്ക്കാതെ യുവാക്കളും യുവതികളും ഡൽഹിയുടെ തെരുവുകളിൽ നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, ഹക്കിന് വേണ്ടി അവർ പ്രവർത്തിക്കുകയാണ്, ഒത്തൊരുമിക്കുകയാണ്. എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും, ഏതെല്ലാം രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമോ ആ രീതിയിലുള്ള സപ്പോർട്ട് നമ്മളിൽ നിന്നുണ്ടാകണം. ഖും ലിൽ ഹഖി വലൗ കാന മുറ, ഖും ലിൽ ഹഖി വലൗ കാന മുറ. എഴുന്നേൽക്കൂ യുവാക്കളെ, എഴുന്നേൽക്കൂ യുവതികളെ, നിങ്ങൾ തളരരുത്. ഖും, നിങ്ങൾ ഉണരണം, നിങ്ങൾ ഉണരണം. ലിൽ ഹഖി വലൗ കാന മുറ, ഹക്കിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നിങ്ങൾ ഉണരണം. വലൗ കാന മുറ. അതിൽ എന്തെല്ലാം കയ്പുകൾ നിങ്ങൾക്ക് നേരിട്ടാലും ശരി, എന്തെല്ലാം ത്യാഗങ്ങൾ നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നാലും ശരി, അതിനുവേണ്ടി നിങ്ങൾ അണിനിരക്കണം. എത്ര കഷ്ടപ്പാട് വന്നാലും ശരി, ഹക്കിൽ നിന്ന് മാറാൻ, അതെ, യാഥാർത്ഥ്യത്തോട് സന്ധിയില്ല, യാഥാർത്ഥ്യത്തോട് കൂട്ടുനിന്ന് അതിനെ വിജയിപ്പിക്കാൻ, ഈ രാജ്യത്തിൻ്റെതായിരിക്കുന്ന ഭദ്രതയ്ക്ക് വേണ്ടി, ഇതിന്റെ കെട്ടുറപ്പിന് വേണ്ടി അവരോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. ഫസ്സുകൂതു അനിൽ ഹഖ്, ഫസ്സുകൂതു അനിൽ ഹഖ് ശൈത്താനുൻ അഖ്റസ്. മറന്നു പോകരുത്. ഫസ്സുകൂതു അനിൽ ഹഖ്, സത്യത്തിൽ മൗനം വീക്ഷിക്കൽ, സത്യമായ നീതിയുള്ള ഒരു കാര്യത്തിൽ മൗനം ദീക്ഷിക്കൽ, അത് ശൈത്താനുൻ അഖ്റസ്, നാവ് പൊട്ടനായ ഊമയായ ശൈത്താന് സമാനമാണ്. നിനക്ക് മിണ്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, നാളെയുടെ വാഗ്ദാനങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടി ഈ യുവതലമുറകളോടൊപ്പം ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, കെട്ടുറപ്പിന് വേണ്ടി നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാവ് പൊട്ടനായ ശൈത്താനാണ് നീ എന്ന് പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. ഉണ്ടാതിരുന്നൂടാ, നമ്മൾ കൂടെ ഉണ്ടാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉടമസ്ഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹക്കിന്റെ വഴിയിൽ എപ്പോഴും ഉറച്ചിരിക്കണം. സത്യം പറഞ്ഞതിന് അവിടെ അധികാരി വർഗത്തെ പേടിക്കേണ്ട കാര്യമില്ല, സത്യം സത്യമായി തന്നെ പറയണം, സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അവരുടെ ബാരിക്കേഡുകൾക്ക് തകർക്കാൻ കഴിയുന്നതല്ല, അവരുടെ വെടിയുണ്ടകൾക്ക് തകർക്കാൻ കഴിയുന്നതല്ല, ഭരണാധിവർഗത്തിന്റെ ബുൾഡോസറുകൾക്ക് തകർക്കാൻ കഴിയുന്നതല്ല. ഇത് സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, ഹക്കിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, നാളെയുടെ വാഗ്ദാനങ്ങളെ വാർത്തെടുക്കാനുള്ള പോരാട്ടമാണ്. അതിൽ അണിനിരക്കുക തന്നെ ചെയ്യണം. ഖും ലിൽ ഹഖ്, ഖും ലിൽ ഹഖ് വലൗ കാന മുറ. എത്ര കൈപ്പുള്ളതാണെങ്കിലും, അവിടെ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും, പീരങ്കികൾ എനിക്ക് പ്രശ്നമല്ല, ബാരിക്കേഡുകൾ എനിക്ക് പ്രശ്നമല്ല, മഴയും വെയിലും ഒന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കാൻ ഞാൻ നിങ്ങളും തയ്യാറാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരുടെ മുമ്പിലും നാം തലകുനിക്കേണ്ടതില്ല, അല്ലാഹുവിന്റെ മുമ്പിൽ നാം തലകുനിച്ചാൽ മതി. അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് അല്ലേ സല്ലല്ലാഹു
ഇപ്പോൾ അള്ളാഹുവിനെ കാണാൻ കൊതിച്ചവർ, പടച്ച തമ്പുരാന്റെ തൃപ്തിക്ക് വേണ്ടി പണിയെടുത്തവർ, അവർ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പണിയെടുത്തവരാണ്. അവർ അള്ളാഹുവിനെ കാണാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്താൻ വേണ്ടിയിട്ട് അവർ പണിയെടുത്തവരാണ്. നമുക്കറിയാം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹുവും ഇതുപോലെ എത്രയോ ത്യാഗങ്ങൾ സഹിച്ചു. ഒരു കബർ, ഇത് ഇവിടെ കബർ തന്നെ പറയണത് ഇല്ലേ? ഇതുമായി നിങ്ങളെ ഓരോരുത്തരെയും സമീപിക്കും, ഇൻഷാ അല്ലാഹ് കൊണ്ടുവരും. ഇത് വാങ്ങണം, ഇത് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല സംഭാവനകൾ ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി, വിജയത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും നാളെ വരുമ്പോൾ ഈ കവറിനകത്ത് ആ ഒരു സമ്പാദ്യം ഇതിലിടണം. എന്നിട്ട് നിങ്ങളുടെ ഒരു ആവശ്യം എന്താണോ, ആഗ്രഹം എന്താണോ ഈ കവറിൻ്റെ പുറത്ത് നിങ്ങൾ എഴുതണം. എൻ്റെ രോഗം ശിഫയാകാൻ, എൻ്റെ ഉമ്മയുടെ മഗ്ഫിറത്തിന് വേണ്ടി, എൻ്റെ ഉപ്പയുടെ മഗ്ഫിറത്തിന് വേണ്ടി, എൻ്റെ ഉസ്താദിൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി, എൻ്റെ ഷെയ്ഖിൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി, അവർക്ക് ഉന്നതമായ ദർജ കിട്ടാൻ വേണ്ടി, എൻ്റെ ബിസിനസ്സിലെ പുരോഗതിക്ക് വേണ്ടി എന്താണോ ആഗ്രഹം, ഈ ആഗ്രഹം ഇതിലെഴുതണം. അൽഹംദുലില്ലാഹ്, നാളെ നടക്കുന്ന സ്വലാത്ത് മജ്ലിസിൽ ബഹുമാന്യനായ തങ്ങൾ ഉസ്താദ് മാഷാ അല്ലാഹ് ദുആ ചെയ്യും നിങ്ങൾക്ക് വേണ്ടി. ഇത് നിസ്സാരമായി നമ്മൾ കരുതരുത്. ഇതിനൊക്കെ വലിയ പുണ്യങ്ങളാണ്, ഇതിനൊക്കെ വലിയ പുണ്യങ്ങളാണ്. 1 രൂപയാണ് നാം ഒരു നല്ല മനസ്സോടുകൂടെ 1 രൂപയാണ് നാം ഇതിൽ നിക്ഷേപിക്കുന്നതെങ്കിലും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലുതാണ്, അത് വലുതാണ്. അതുകൊണ്ട് ഇത് വലിയ ഒരു പുണ്യമാണെന്ന് കരുതി ഇത്രയും സദസ്സിലെ ഇത്രയും ആൾക്കാർ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക, ഇത്ര വലിയ ഭാഗ്യ. ഇത്രയും പേരെ വിളിച്ച് നമ്മുടെ വീട്ടിൽ കൂട്ടിയിട്ട് ഒരു 3 സ്വലാത്ത് അല്ലെങ്കിൽ ഒരു യാസീൻ ഓതിയിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് വലിയ ചെലവാ. പ്രത്യേകിച്ച് നമ്മളെ ഉസ്താദന്മാരെ തങ്ങന്മാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ദുആ മജ്ലിസ് നമ്മളെ വീട്ടിൽ വയ്ക്കണമെങ്കിൽ, പക്ഷെ അതൊന്നും വേണ്ട. നമ്മുടെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ ഇത്തരം മജ്ലിസ് നല്ലതാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എനിക്കും നിങ്ങൾക്കും ഇന്ന് കാണുന്ന അന്തസ്സും അഡ്രസ്സും, എനിക്കും നിങ്ങൾക്കും ഇന്ന് കാണുന്ന എല്ലാ അനുഗ്രഹങ്ങളും ആരുടെ പ്രയത്നമാ, ആരുടെ പ്രവർത്തനമാ? നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പ്രാർത്ഥനയും അവരുടെ പ്രവർത്തനങ്ങളുമാണ്, അല്ലാതെ ഒന്നുമല്ല. ഷാജഹാൻ ബാക്കവിക്ക് ഇന്ന് കാണുന്ന എന്തെങ്കിലും ഒരു അഡ്രസ്, ഇന്ന് കാണുന്ന എന്തെങ്കിലും ഒരു അഭിമാനം എനിക്ക് നിലനിൽക്കുന്നുവെങ്കിൽ അത് വീടാകട്ടെ, കാറാകട്ടെ, എന്ത് അനുഗ്രഹമാകട്ടെ, എനിക്കും നിങ്ങൾക്കുമുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും പ്രാർത്ഥനയും അവരുടെ പ്രവർത്തനങ്ങളുമാണ്, സംശയമില്ല. അതുകൊണ്ട് മറന്നു പോകരുത്. ഞാൻ ഇപ്പൊ വലിയ 2 വീടൊക്കെ ആയി, എനിക്കിനിയിപ്പോ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയല്ല, പള്ളിക്കാട്ടില എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും. ഈ ചിന്ത മറന്നു പോകരുതേ. അവർക്ക് വേണ്ടി ഈ പൊന്നുമകൾ ഈ സദസ്സിൽ വന്നിട്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവർ ഖബറിൽ സന്തോഷിക്കും. അവർ മറ്റ് ഖബറാളികളോട് പറയും, എൻ്റെ പൊന്നുമകൻ കണ്ടില്ലേ, എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്നത് കണ്ടില്ലേ? തങ്ങന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നു, ആലിമീങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നു. ഇങ്ങനെ പരസ്പരം മറ്റ് ഖബറാളികളോട് അവർ പറഞ്ഞവർ സന്തോഷിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മറന്നുപോകരുത്, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ജനതയെ പോലെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വെള്ളത്തിലിങ്ങനെ മുങ്ങിത്താഴുന്നവരെ പോലെയാണെന്ന്. അവർക്ക് ഒരു പിടിവള്ളിയായ എന്തെങ്കിലും ഒരു മരക്കഷണം കിട്ടിയാൽ അതിൽ അവർ പിടിച്ചു തൂങ്ങി അവർ രക്ഷപ്പെടുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ സദഖകളും അതവർക്ക് കാവലൊരുക്കുന്നു, അതവർക്ക് സംരക്ഷണമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉടമസ്ഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങളെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുപോലെ ബക്കറ്റ് കൊണ്ടുവരും. ബക്കറ്റ് ഇവിടെ ബക്കറ്റ് വരില്ലേ? മുസ്തഫ സാഹിബ് ഉണ്ടല്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതിന്റെ പ്രവർത്തകരെ അവർ അശ്രാന്ത പരിശ്രമമാണ്. അള്ളാഹു അവർക്ക് വലിയ ദറജ നൽകട്ടെ. അവരുടെ ഇതൊക്കെ എന്താ? നാളത്തേക്കുള്ള അള്ളാഹുവിന്റെ ആ സാമീപ്യം കരസ്ഥമാകാനുള്ള പ്രവർത്തനങ്ങളാ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ആ ബക്കറ്റ് കിലുങ്ങരുത്, ശബ്ദം കേൾക്കരുത്. എനിക്ക് പ്രസംഗിക്കാനുള്ളതാ, മനസ്സിലായില്ലേ? അപ്പൊ എന്താ കിലുങ്ങാത്ത തീർന്നോന്നാ ഞാൻ ഈ പറയണത്. ശബ്ദം കേൾക്കരുത്.
ശരി, അൽഹംദുലില്ലാ. ബിലാൽ റളിയല്ലാഹു അൻഹു, സംഭവം ഞാൻ നീട്ടുന്നില്ല, എനിക്ക് സമയമില്ല. നമ്മുടെ അലോപ്പതി ഡോക്ടർ ബിലാലാണ് ഇല്ലേ? ഇന്നലെ എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നത് നമ്മുടെ ഡോക്ടറാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ബിലാൽ റളിയല്ലാഹു അൻഹു സംഭവം പറഞ്ഞ നമുക്കറിയാലോ. ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ മലർത്തിക്കിടത്തിയിട്ട് എന്തോരു യാതനകളും കഷ്ടപ്പാടുകളുവാ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് സഹിക്കേണ്ടി വന്നത്. ആ ബിലാൽ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയുന്ന സമയം ബിലാൽ റളിയല്ലാഹു അൻഹയുടെ ഭാര്യയതാ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് നിന്നുകൊണ്ട് പൊട്ടി കരയുകയാണ്. ബിലാൽ റളിയല്ലാഹുവിന്റെ ഭാര്യ പൊട്ടി കരയുകയാണ്. നിലവിളിക്കുക ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. വാ ഹുസ്നാ, ഭാര്യ പറയുകയാണ്, എന്തോ ഒരു വിഷമമാണ്, എന്തോ ഒരു വേദനയാണ്. എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് വിട പറയാൻ പോവുകയാണ്. എന്തോ ഒരു വേദനയാണെന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ ലോകത്തോട് വിട പറയാൻ പോകുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വാ ഫർഹാ. ചിരിച്ചുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓ എന്തോ ഒരു സന്തോഷമാണ്. ഭാര്യ പറയണ എന്താ? ഭർത്താവ് ഈ ലോകത്തോട് വിട പറയാൻ പോകുന്നത് കണ്ടപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവര് പറഞ്ഞു, വാ ഹുസ്നാ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന്. എന്നാൽ ആ സമയം ബിലാൽ റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് പറയുകയാണ്, വാ ഫർഹാ, എന്തോ ഒരു സന്തോഷമാ, എന്തോ ഒരു സന്തോഷമാ. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വദന്നൽ കല്ലഹിബ്ബത മുഹമ്മദൻ വഹിസ്ബ. നാളെ എന്തോ ഒരു സന്തോഷം. നാളെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടുകാരെയും ഞാനിതാ കാണാൻ പോവുകയാണ്. അതാ ആഗ്രഹം, അതാഗ്രഹം. മനസ്സിലായില്ലേ? അള്ളാന്റെ റസൂല് വഫാത്തായി ആ മദീന മണ്ണില് റസൂലുള്ള വഫാത്തായ അതേ സ്ഥലത്ത് കിടക്കുകയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭാര്യ വ്യസനിക്കുമ്പോഴേ ബിലാൽ റളിയല്ലാഹു പറയാ, ഓ എന്തോ ഒരു സന്തോഷം, എനിക്ക് എൻ്റെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എനിക്ക് നാളെ കാണാൻ കഴിയുമല്ലോ എന്ന്. വദന്നൽ കല്ലഹിബ്ബത മുഹമ്മദൻ വഹിസ്ബാ. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടുകാരെയും എനിക്ക് നാളെ കാണാൻ കഴിയുമല്ലോ, അവരോടൊപ്പം എനിക്ക് കൂടാൻ കഴിയുമല്ലോ എന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയുള്ള ആ ഒരു മഹബ്ബത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. ഞാനും നിങ്ങളും ജീവിക്കുന്നത് അങ്ങനെയുള്ള ജീവിതമായിരിക്കണം എനിക്ക് നിങ്ങൾക്കും. അല്ലാഹുവിനെ കാണാൻ, അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ, അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ. നമുക്കറിയാം, ആ പരിശുദ്ധമായ മദീനയിൽ ആ പച്ചക്കുപ്പയ്ക്ക് കീഴെ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ഉമ്മയുടെ വീട്ടില്, അതേ ആ ഹുജ്റ ഷരീഫില് അള്ളാന്റെ റസൂൽ എവിടെയാണോ മരണപ്പെട്ടത്, എവിടെയാണോ മരണപ്പെട്ടത്, നബി തങ്ങൾ മരണപ്പെട്ട് കിടന്ന അതേ സ്ഥലത്ത് ആ കട്ടിലങ്ങോട്ട് മാറ്റിയിട്ട് നബി തങ്ങൾ മരണപ്പെട്ട അതേ സ്ഥാനത്താണ് അള്ളാന്റെ റസൂലിന്റെ ഖബർ കുഴിച്ചത്. അവിടെയാണ് റസൂലുള്ളാഹിയെ ഖബറടക്കിയത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ഉമ്മയുമായി വീട് കൂടിയ അതേ സ്ഥലത്താണ് അള്ളാന്റെ റസൂലിനെ ഖബറടക്കിയത്. സുബ്ഹാനല്ലാഹ്. ആ പച്ചക്കുബ്ബയുടെ കീഴെ അന്തർവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹബീബിനെ കാണാൻ, ആ ഹബീബിന്റെ ചാരത്ത് കിടക്കുന്ന അബൂബക്കർ
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവരോടൊപ്പം ചേരാനും അവരെ കാണാനുമാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചത്. എനിക്ക് നാളെ എന്റെ മുഹമ്മദിനെ കാണാൻ കഴിയുമല്ലോ. എന്റെ അബൂബക്കറിനെയും ഉമറിനെയും എന്റെ ഉസ്മാനെയും ഒക്കെ എനിക്ക് കാണാൻ കഴിയുമല്ലോ. സുബ്ഹാനല്ലാഹ്, എന്റെ പ്രവാചകനോടൊപ്പം ചേർന്ന് നിന്ന, എന്റെ പ്രവാചകനോടൊപ്പം സഹവസിച്ച, എന്റെ പ്രവാചകന്റെ വാക്കുകൾ കേട്ട് ജീവിച്ച അള്ളാന്റെ റസൂൽ എന്ത് പറയുന്നു അത് ജീവിതത്തിൽ പകർത്തിയ ആ സ്വഹാബത്തിനോടൊപ്പം എനിക്ക് ചേരാമല്ലോ, അവരെ എനിക്ക് കാണാമല്ലോ, അവരോടൊപ്പം എനിക്ക് ചേരാമല്ലോ, നാളെ ഞാൻ അവരോടൊപ്പം ചേരുമല്ലോ എന്ന സന്തോഷമാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ആ മരണസമയത്തും ആഗ്രഹിച്ചത്. അതുകൊണ്ട് എലത്തൂരിലെ ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ അതേ എൻ്റെ ഉപ്പമാരെ, ഉമ്മമാരെ, നിങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളെ കണ്ടവരാ, നിങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ കരം സ്പർശിച്ചവരാ, അവിടത്തെ സ്നേഹം പങ്കിട്ടവരാ, അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചവരാ, അവർക്ക് ഖിദ്മത്ത് ചെയ്തവരാ. ആ മഹാനുഭാവർ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ആ മഹാനുഭാവർ നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടത്തെ റൂഹിന്റെ സാന്നിധ്യം ഈ സദസ്സിലുമുണ്ട്. അവിടെ നിന്ന് നോക്കിക്കണ്ട് സന്തോഷിക്കുന്നുണ്ടാകും. അവിടത്തെ മുരീദമാരെ നോക്കിക്കൊണ്ട്, അവിടത്തെ വേണ്ടപ്പെട്ടവരെ നോക്കിക്കൊണ്ട്, കണ്ടില്ലേ എൻ്റെ ഇന്ന ആൾക്കാർ എൻ്റെ മജ്‌ലിസിൽ എൻ്റെ ഉപ്പയുടെ സ്ഥാനത്ത് അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് കബറാളികളോടൊപ്പം ആ മഹാനുഭാവർ സന്തോഷിക്കുന്നുണ്ടാകും. അല്ലാഹു അവരുടെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. ഈ പ്രസംഗം കേൾക്കുന്ന എൻ്റെ ഉപ്പമാരെ, ഉമ്മമാരെ, എലത്തൂരിന്റെ മണ്ണിൽ ഒരുമിച്ച് കൂടിയവരെ, നാളെ ആ ഉപ്പയെ കാണണം നമുക്ക്. അല്ലാഹുവിന്റെ തൃപ്തിയിലായി, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി സ്വർഗത്തിൽ മുത്ത് നബിയോടൊപ്പം അവരോടൊപ്പം നമുക്ക് ഒരുമിച്ച് ചേരണം. അതുകൊണ്ട് അല്ലാഹുക്ക് പൊരുത്തപ്പെട്ട ജീവിതം നയിക്കുക, അല്ലാഹു തൃപ്തിപ്പെട്ട ജീവിതം നയിക്കുക, അതല്ലാതെ രക്ഷയില്ല. അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നതെന്തോ, അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നതെന്തോ അത് നമ്മുടെ ജീവിതത്തിൽ പാഠം ഉൾക്കൊള്ളുക. അല്ലാഹുവിന്റെ റസൂല് കാണിച്ചു തന്ന വഴിയല്ലേ, അല്ലാഹു പഠിപ്പിച്ചു തന്ന വഴിയല്ലേ, ആ വഴിയിൽ നമ്മൾ സഞ്ചരിക്കാൻ. തെറ്റുകളിലേക്ക് പോകല്ലേ, കുറ്റങ്ങളിലേക്ക് പോകല്ലേ, ആരെയും അസഭ്യം പറയല്ലേ, ആരെയും വേദനിപ്പിക്കല്ലേ, ആരോടും തർക്കിക്കരുതേ, ആരുടെയും വസ്തു കൈക്കലാക്കല്ലേ, ആരെയും മോശമായി പറയല്ലേ, ആരെയും മോശമായി ചിത്രീകരിക്കരുതേ. അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി പണിയെടുക്കൂ, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി പണിയെടുക്കൂ, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി അമല് ചെയ്യൂ. നാളെ നമുക്കും കണ്ടുമുട്ടാം നമ്മുടെ ശൈഖിനോടൊപ്പം, ആ മഹത്തുക്കളോടൊപ്പം നമുക്കും അള്ളാന്റെ മുമ്പിലെത്താം. അള്ളാഹുവിനെ നമുക്കും കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനുഭാവരുടെ ദറജ വലുതാണ്. വമ്പൻ, അതൊരു വമ്പൻ തന്നെയാണ്, അതൊരു വമ്പൻ തന്നെയാ. അള്ളാഹു കബൂലാക്കട്ടെ. ഞാൻ ലക്ഷദ്വീപിലെ വാതിന് ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. അമിനി ദ്വീപിൽ ഞാൻ തങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ, ഒരു സ്റ്റേജിൽ 27 ദിവസം, റമദാൻ 1 മുതൽ 28 ദിവസം വരെ ഒരു സ്റ്റേജിൽ ഞാൻ വാത് പറഞ്ഞു. അങ്ങനെ പല സദസ്സുകളിലും ദ്വീപിൽ ഞാൻ വാത് പറഞ്ഞു. ഞാൻ അവിടെ പോകുമ്പോഴൊക്കെ മഹാനവറുകളുടെ ഒരു സ്നേഹം, കൊച്ചു കുട്ടികളെ പോലെ നമ്മളോടൊക്കെ പെരുമാറുന്ന ആ പെരുമാറ്റം, കൊച്ചു കുട്ടികളെ പോലെ എന്തോ ഒരു സ്നേഹമാണ്. അതാണ് പറഞ്ഞ അന്തഉമ്മുൻ അംനബുൻ മാറൈനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അനസ് റളിയല്ലാഹു അൻഹു സംഭവം വലുതാണ്, പറയുന്നില്ല ഞാൻ. അനസ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞതാ, നബിയെ അങ്ങ് ഉമ്മയാണോ ഉപ്പയാണോ? ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും കിട്ടാത്ത അതിനേക്കാൾ വലിയ സ്നേഹം നബിയെ അങ്ങയിലുണ്ട് യാ റസൂലല്ലാഹ്. അന്ത ഉമ്മുൻ അംനബുൻ മാ റഅയ്നാ ഫീഹിമാ. ഉപ്പയിലും ഉമ്മയിലും പോലും കണ്ടിട്ടില്ല, ഉപ്പയിലും ഉമ്മയിലും പോലും കണ്ടിട്ടില്ല അതിനേക്കാൾ വലിയ സ്നേഹം
സ്നേഹം, അതിനേക്കാൾ വലിയ കരുതല്, അതിനേക്കാൾ വലിയ ഇഷ്ടം യാ റസൂലല്ലാഹ്.